എറണാകുളം ജില്ലയിലെ പല്ലാരിമംഗലം പഞ്ചായത്തിൽ UDF-നെ പിന്തുണയ്ക്കാൻ ഒരുങ്ങിയിരിക്കുന്നു CPI. അതെന്താ കഥ? സീറ്റ് വിഭജനത്തിലെ അവഗണനയാണ് ഇതിന് പ്രധാന കാരണം. ഇതിനു പുറമെ വിമതശല്യവും CPIM-ന് തലവേദനയാണ്. വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല്ലാരിമംഗലം പഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് CPIM പാടെ അവഗണിച്ചതാണ് ഇവിടെ മാറി ചിന്തിക്കാൻ CPIയെ പ്രേരിപ്പിക്കുന്നത്. LDF കൺവെൻഷനിൽ CPIയെ പങ്കെടുപ്പിച്ചില്ല. പല്ലാരിമംഗലത്തിന് തൊട്ടടുത്ത പഞ്ചായത്തായ വാരപ്പെട്ടിയിൽ സീറ്റ് നൽകാമെന്ന് ആദ്യം വാഗ്ദാനം നൽകി. അവസാന നിമിഷം അതും നൽകിയില്ല. ഇതൊക്കെയും CPIയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. UDF-നെ പിന്തുണയ്ക്കുമോ എന്ന ചോദ്യത്തിനുള്ള CPIയുടെ മറുപടി ഇങ്ങനെ: മോൾക്കടകല്ല തീരുമാനിക്കുന്നത്, നമ്മളല്ലോ തീരുമാനിക്കുന്നത്. അവർ തീരുമാനിക്കണമല്ലോ, തള്ളാൻ പറ്റില്ല. തള്ളാനായിട്ട് ഞാൻ പറയണില്ല. പക്ഷെ എന്നാലും സാധ്യത കുറവാണ്. പക്ഷെ അവര് നമ്മളെ വിളിച്ചിട്ടില്ല, കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ഒന്നിനും നമ്മളെ വിളിച്ചിട്ടില്ല അവര്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, നിലപാട് സ്വീകരിച്ചിട്ടില്ല. പല്ലാരിമംഗലം പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ CPI 2 സീറ്റിലാണ് മത്സരിച്ചത്. എന്നാൽ വിജയം നേടാൻ കഴിഞ്ഞില്ല. ഇനി CPIയുടെ പിന്തുണ ഇല്ലാത്തതിനു പുറമെ വിമത ഭീഷണിയും CPIM-ന് വെല്ലുവിളിയാണ്. CPIM ലോക്കൽ കമ്മിറ്റി അംഗവും പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ OE അബ്ബാസാണ് റിബലായി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ CPIM പാനലിൽ ജയിച്ച അബ്ബാസ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ അംഗം കൂടിയാണ്. പ്രാദേശിക വിഭാഗീയതയെ തുടർന്ന് അബ്ബാസിന് ഇത്തവണ സീറ്റ് നിഷേധിച്ചിരുന്നു. ഇതാണ് OE അബ്ബാസ് ഇത്തവണ റിബലായി രംഗത്തെത്താൻ കാരണം. ന്യൂസ് മലയാളം, കൊച്ചി.